നമസ്കാരം. ഡോക്ടർ കെ ജെ കാവ്യാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉയർന്ന യൂറിക് ആസിഡ് ലെവൽ ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്താണ് യൂറിക് ആസിഡ് എന്ന് പോലും പലർക്കും അറിയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് കേട്ടുപരിചിതമായ അസുഖങ്ങളുടെ കൂട്ടത്തിൽ യൂറിക് ആസിഡും പെടുന്നു. യൂറിക് ആസിഡിന്റെ ലക്ഷണങ്ങൾ, യൂറിക് ആസിഡിന്റെ കാരണങ്ങൾ, യൂറിക് ആസിഡ് വന്നാൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ, ആയുർവേദത്തിൽ യൂറിക് ആസിഡിന്റെ ചികിത്സ, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പ്യൂറിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളെ ശരീരം വിഘടിപ്പിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അതായത് യൂറിക് ആസിഡ് ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ശേഷം ഈ യൂറിക് ആസിഡ് രക്തത്തിൽ ലയിക്കുന്നു. അതിനുശേഷം യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ ശരീരം പുറന്തള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിൽ ലയിച്ച യൂറിക് ആസിഡ് നേരെ പോകുന്നത് വൃക്കകളിലേക്കാണ്. വൃക്കകൾ അതിനെ അരിച്ച് എടുക്കുന്ന ഒരു നിശ്ചിത സമയം പറയുന്നുണ്ട്. അതാണ് നമ്മൾ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ആ വാല്യൂസ്. പുരുഷന്മാരിലാണെങ്കിൽ 2.5 മുതൽ 7 വരെയും സ്ത്രീകളിലാണെങ്കിൽ 1.5 മുതൽ 6 വരെയും. ഈ ഒരു നിശ്ചിത സമയത്തിൽ വ്യതിയാനം വരുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന് യൂറിക് ആസിഡ് ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. നമ്മൾ പലരും കേട്ടിട്ടുള്ള കാര്യമാണ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴാണ് യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നു എന്നുള്ളത്. അതിൽ പയറുവർഗ്ഗങ്ങൾ, പാൽ, മുട്ട ഇവയൊക്കെ ഉൾപ്പെടുന്നു. പക്ഷെ ഇതൊക്കെ കൃത്യമായി ഡയറ്റ് ഫോളോ ചെയ്തിട്ടും യൂറിക് ആസിഡിന്റെ ലെവൽ പല പേഷ്യൻസിലും കുറയാറില്ല. അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം നമുക്ക് നോക്കാം. ആദ്യമായി പ്യൂറിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് റെഡ് മീറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ്, മട്ടൺ ഇവയൊക്കെ ഉൾപ്പെടുന്നു. ഇവയുടെയൊക്കെ മാംസം അതുപോലെ തന്നെ കഴിച്ചെന്ന് കരുതി ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇവയുടെയൊക്കെ ഓർഗൻസ്, അതായത് ബ്രെയിൻ, ലിവർ, ഇതൊക്കെ ഒരുപാട് പാകം ചെയ്ത് കഴിക്കുന്നവരിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നതായി കാണുന്നു. മാത്രമല്ല ഷെൽ ഫിഷുകൾ, കൊഞ്ച്, ഞണ്ട്, അതേപോലെ കക്കയിറച്ചി ഇവയൊക്കെ പ്യൂറിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ ലെവൽ ഒരുപാട് ഉയർന്നു കാണുന്നു. രണ്ടാമതായി പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായി കിട്ടുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. മൂന്നാമതായി മദ്യപാനം. ആൽക്കഹോൾ കണ്ടന്റുള്ള ഏത് പാനീയമായാലും, ബിയർ പോലുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള ഏത് പാനീയമായാലും യൂറിക് ആസിഡ് ലെവൽ കൂട്ടുന്നതിന് കാരണമാകുന്നു. നാലാമതായി ഫൈബർലെസ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് നാരുകൾ കുറഞ്ഞ അന്നജമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ വെള്ളയരി പോലത്തത്. ഇതൊക്കെ കഴിക്കുന്നത് വഴിയും യൂറിക് ആസിഡ് ലെവൽ കൂടുന്നു. പിന്നെ അഞ്ചാമതായി വ്യായാമമില്ലായ്മ. 90% പൊണ്ണത്തടിയുള്ളവരിലും യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണ് എന്നൊരു പഠനം ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. എക്സസൈസ് കുറഞ്ഞാൽ യൂറിക് ആസിഡ് ലെവൽ കൂടും എന്നുള്ളത്. അടുത്തതായി നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോൺ നമ്മൾ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ അന്നജത്തെ കൃത്യമായി വിഘടിപ്പിച്ച് അത് ഊർജത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഊർജത്തിലേക്ക് മാറ്റുന്നു. എന്നാൽ പ്രമേഹ സാധ്യത രോഗമുള്ളവർക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതായത് അതിനുള്ള ഒരു ശേഷി നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറിന്റെ ലെവൽ അല്പം കൂടുതലായിരിക്കും. ഹെറിഡിറ്ററി ആയിട്ടും പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം അച്ഛനോ അമ്മയ്ക്കോ ഈ ഒരു ഡയബറ്റിക് അവസ്ഥ ഉണ്ടെങ്കിലും ഭാവിയിൽ മക്കളിലും പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂറിക് ആസിഡ് രക്തത്തിൽ അലിഞ്ഞ് അത് വൃക്കകളിലെത്തി വൃക്കകൾ ശരിയായ തോതിൽ ഇത് അരിച്ച് പുറത്തേക്ക് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. ഇതാണ് സാധാരണയായി നടക്കുന്ന ഒരു പ്രക്രിയ. പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർ, അതായത് നേരത്തെ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ ഇൻസുലിന്റെ പ്രവർത്തനം ശരിയായി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ അവർ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരം തിരിച്ചറിയുന്നില്ല. ആ ഒരു ശേഷിക്കുറവ്. ഈ ഒരു അവസ്ഥയുള്ള ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നു. ഇതിന്റെ കാരണം എന്തെന്നാൽ വൃക്കകൾ ശരിയായ തോതിൽ അടിഞ്ഞുകൂടുന്ന യൂറിക് ആസിഡിനെ പുറത്തേക്ക് തള്ളുന്ന ആ ഒരു പ്രക്രിയയുടെ തോത് കുറഞ്ഞത് മൂലമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള പേഷ്യൻസിലും യൂറിക് ആസിഡ് ലെവൽ കൂടുതലാകാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അടുത്തതായി ഗ്ലൂട്ടൻ അലർജി. ഗ്ലൂട്ടൻ അലർജി ഉള്ള പേഷ്യൻസിലും യൂറിക് ആസിഡ് ലെവൽ കൂടുതലായി കാണുന്നു. ഗോതമ്പ്, ഓട്സ്, ബാർലി ഇവയിലൊക്കെയുള്ള തവിടിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോതമ്പ് കഴിക്കുമ്പോൾ ചിലരിൽ കണ്ണു ചൊറിച്ചിൽ, നെഞ്ചരിച്ചിൽ, പിന്നെ ഗ്യാസ് മുതലായ ചില അസ്വസ്ഥതകൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസ്
വീണ്ടും അത് കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡിന്റെ തോത് നമ്മുടെ ബോഡിയിൽ കൂടുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പേഷ്യൻസിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായി കാണുകയും ചെയ്യും. അടുത്തതായി ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ. മാവ് പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ഈസ്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് കഴിക്കുന്നത് വഴി ആ ഒരു വ്യക്തിക്ക് യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് 70% ബേക്കറി പ്രോഡക്ട്സിലും ഈസ്റ്റിന്റെ ഉപയോഗം കൂടുതലാണ്. അപ്പോൾ അത് കഴിക്കുന്നത് വഴി യൂറിക് ആസിഡിന്റെ ലെവലും കൂടുന്നു. പിന്നെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീമുകളിൽ പഞ്ചസാരയ്ക്ക് പകരമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഇതിന്റെ അമിത ഉപയോഗവും യൂറിക് ആസിഡിന്റെ ലെവൽ കൂട്ടുന്നു. ഇത് കൂടാതെ ചില മരുന്നുകളുടെ ഉപയോഗവും യൂറിക് ആസിഡിന്റെ ലെവൽ കൂട്ടുന്നു. അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡയൂററ്റിക്സ്, ആസ്പിരിൻ മുതലായ മരുന്നുകൾ കഴിക്കുന്നത് വഴി യൂറിക് ആസിഡിന്റെ ലെവൽ ഒരുപാട് കൂടും. ഇവയ്ക്കെല്ലാം പുറമെ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൈപ്പോതൈറോയിഡിസം ഇവയൊക്കെ യൂറിക് ആസിഡിന്റെ ലെവൽ കൂട്ടും. ഇത് കൂടാതെ ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം യൂറിക് ആസിഡിന്റെ ലെവൽ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് എല്ലാം അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് ചലഞ്ച്. സഡൻ ആയിട്ട് ഇങ്ങനെയുള്ള വെയിറ്റ് ലോസ് നടത്തുന്നവരിൽ, അത് മാത്രമല്ല ഇതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാത്തവർ, ഇങ്ങനെയുള്ളവരിലൊക്കെ യൂറിക് ആസിഡിന്റെ ലെവൽ വളരെ പെട്ടെന്ന് കൂടുന്നതായി കാണുന്നു. ഇത്രയും കാരണങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാരണം ഏതെന്നാൽ നിർജ്ജലീകരണം എന്നതാണ്. അതായത് ഡീഹൈഡ്രേഷൻ. ശരിയായ അളവിൽ ശരിയായ സമയത്ത് വെള്ളം കുടിക്കാത്തവരിൽ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നതായി കാണുന്നു. കാരണം ജലാംശത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ യൂറിക് ആസിഡിന്റെ ലെവൽ ഉയരുന്നു. ഇനി നമുക്ക് യൂറിക് ആസിഡിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യമായി സന്ധിവേദന, ജോയിന്റ് പെയിൻ. മുഖ്യമായും ഇത് കാണുന്നത് നമ്മുടെ കാലിലെ തള്ളവിരലിലാണ്. യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുന്നതനുസരിച്ച് തള്ളവിരലിൽ നിന്നും ബാക്കിയുള്ള സന്ധികളിലേക്ക് ഇത് സ്പ്രെഡ് ആകുന്നതാണ് പതിവ്. ആ ഒരു ഭാഗത്ത്, ആ ഒരു സന്ധികളിൽ ഉണ്ടാകുന്ന അസഹനീയമായ വേദന, തൊടുമ്പോൾ പോലും ഉണ്ടാകുന്ന ആ ഒരു അസഹനീയമായ വേദനയാണ് യൂറിക് ആസിഡിന്റെ ഒരു ലക്ഷണം. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന കളർ വ്യത്യാസം, അതായത് മിക്കവാറും ഒരു ചുവപ്പ് കളറായിരിക്കും ആ ഒരു ഭാഗത്ത് കാണാറുള്ളത്. അത് മാത്രമല്ല തീ പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ആ ഒരു പേഷ്യന്റിന് ആ ഒരു ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. ഉയർന്ന യൂറിക് ആസിഡ് കൃത്യസമയത്ത് ട്രീറ്റ് ചെയ്യാത്ത പക്ഷം കിഡ്നി സ്റ്റോൺ, ഗൗട്ട്, മൂത്രാശയ സംബന്ധിയായ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തി കഴിക്കേണ്ട ആഹാരങ്ങളും ഒഴിവാക്കേണ്ട ആഹാരങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, റെഡ് മീറ്റുകൾ, ഷെൽ ഫിഷുകൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് വഴി യൂറിക് ആസിഡിന്റെ ലെവൽ വർദ്ധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതാണ്. ഇനിയുള്ളത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണ്, അതായത് നമ്മുടെ ബേക്കറി ഐറ്റംസ്. പിന്നെയുള്ളത് കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ആൽക്കഹോൾ കണ്ടന്റുള്ള ഏത് പാനീയങ്ങളായാലും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ ഹൈ ഷുഗർ കണ്ടന്റ്, പഞ്ചസാരയുടെ അളവ് കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, കടലപ്പരിപ്പിന്റെ അളവ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, കോളിഫ്ലവർ, ചീര ഇവയൊക്കെ യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ്. ഇനി യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. ഹോൾ ഗ്രെയിൻ ഫുഡ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതായത് നാരുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ, ജലാംശം കൂടുതൽ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും, വെള്ളരിക്ക, തണ്ണിമത്തൻ പോലുള്ളവയുടെ ഉപയോഗം, പുളി കുറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും, തക്കാളി, ആപ്പിൾ മുതലായവയുടെ ഉപയോഗം. ഇവയ്ക്കെല്ലാം പുറമെ വെളുത്തുള്ളിയുടെ ഉപയോഗം യൂറിക് ആസിഡിൽ വളരെ ഗുണപ്രദമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പലരിലുമുള്ള ഒരു സംശയമാണ് യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തിക്ക് പാൽ, മുട്ട, പയർവർഗ്ഗങ്ങൾ ഇവയൊക്കെ കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. പാട് മാറ്റിയ പാൽ യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തിക്ക് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ മുട്ടയുടെ കാര്യത്തിൽ മുട്ടയുടെ അളവ് മിതമായി കഴിക്കുന്നത് വഴി വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പയർവർഗ്ഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം. യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തി വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ്. അതുപോലെ ചെറിയുടെ ഉപയോഗവും വളരെയധികം ഗുണപ്രദമായി കണക്കാക്കപ്പെടുന്നു. ആയുർവേദത്തിൽ യൂറിക് ആസിഡിന് ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഏതാണ് ചികിത്സാ രീതികൾ? നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ആഹാരവിഹാരങ്ങളാണ്. ആഹാരവിഹാരങ്ങൾ കൃത്യമാകുമ്പോൾ തന്നെ ആ ഒരു അസുഖം പകുതിയും ഭേദമാകുന്നു എന്നതാണ് ആയുർവേദത്തിൽ പറയുന്നത്. യൂറിക് ആസിഡിന്റെ കാര്യത്തിൽ തിലതൈലമോ
കടുകെണ്ണയോ ഉപയോഗിച്ച് ചെയ്യുന്ന ഡെയിലി ഓയിൽ മസാജ്. അത് നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാം. അത് മാത്രമല്ല, ഒരുപാട് പഞ്ചകർമ്മ തെറാപ്പികൾ ആയുർവേദത്തിൽ പറയാറുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ സേതുബന്ധാസനം, ത്രികോണാസനം പോലുള്ള യോഗാസനങ്ങൾ ചെയ്യുന്നത് വഴി സന്ധികളിലുണ്ടായ ആ ഒരു കാഠിന്യവും സന്ധികൾ ചലിപ്പിക്കുന്നതിനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ യോഗാസനങ്ങൾ ചെയ്യുന്നത് വഴി മാറിക്കിട്ടും എന്നും നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. ഇനി നമുക്ക് മരുന്നുകളിലേക്ക് കിടക്കാം. ആദ്യമായി ഗോക്ഷരാതി ഗോകുലു, കോകിലാക്ഷം കഷായം, കൗഡേയ ത്രിപുര, ചന്ദ്രപ്രഭാവടി ഇവയ്ക്കെല്ലാം പുറമെ ചിറ്റമൃതിട്ട് തിളപ്പിച്ച വെള്ളം, വയൽച്ചുള്ളിയിട്ട് തിളപ്പിച്ച വെള്ളം ഇവയൊക്കെ യൂറിക് ആസിഡിന് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഔഷധങ്ങളും ആഹാരവിഹാരങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് വഴി യൂറിക് ആസിഡ് വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. നിർഭാഗ്യവശാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഉടനെ യൂറിക് ആസിഡിന്റെ ലെവൽ കുറച്ച് കൂടുതലാണെങ്കിലും ടാബ്ലറ്റ്സ് കഴിച്ചു തുടങ്ങുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിലെ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുന്നു. നാച്ചുറലി ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗം നമ്മുടെ ബോഡിയുടെ സ്വാഭാവികതയെ നഷ്ടപ്പെടുത്തി ട്രീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ആയുർവേദമാകട്ടെ, അലോപ്പതി ആകട്ടെ, ഹോമിയോപ്പതി ആകട്ടെ, ജീവിതശൈലി എന്ന ആ ഒരു കോൺസെപ്റ്റ് പേഷ്യന്റിന് നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി എന്താണ് രോഗം എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ നാം ആദ്യം ചെയ്യേണ്ടത്. ചില പേഷ്യൻസിൽ പാലിന്റെ ഉപയോഗം ഒരുപാട് ആകുന്നത് മൂലമാകാം യൂറിക് ആസിഡ് വന്നത്. മറ്റു ചിലരിൽ ആൽക്കഹോളിന്റെ ഉപയോഗം കൂടുതലായതുകൊണ്ടാകും വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ കാരണങ്ങളിൽ ഏതും യൂറിക് ആസിഡ് വരാൻ ആ ഒരു വ്യക്തിയിൽ കാരണമാകാം. കൃത്യമായ സമയത്ത് രോഗം കണ്ടെത്തി കൃത്യമായ അളവിൽ ആഹാരവിഹാരങ്ങൾ ആ ഒരു പേഷ്യന്റിന് പറഞ്ഞു കൊടുത്ത് ശരിയായ ഒരു ജീവിതശൈലി പിന്തുടരാൻ ആ ഒരു പേഷ്യന്റിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത് തന്നെയാണ് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന ചികിത്സാ രീതി. ഞാൻ ഈ പറഞ്ഞ ആയുർവേദ ചികിത്സാ രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മരുന്ന് പോലും കഴിക്കാതെ യൂറിക് ആസിഡ് നമുക്ക് ഭേദമാക്കാം. പക്ഷെ ഒരു കാര്യം, യൂറിക് ആസിഡിന്റെ ലെവൽ അമിതമായി ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ അളവിൽ മരുന്ന് തന്നെ കഴിക്കണം. വളരെ ചെറിയ തോതിൽ മാത്രം യൂറിക് ആസിഡിന്റെ ലെവൽ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നതിന് പകരം ആഹാരവിഹാരങ്ങൾ ഫോളോ ചെയ്യുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, യൂറിക് ആസിഡ് എന്നത് പേടിക്കേണ്ട ഒരു രോഗമല്ല. കൃത്യമായ ജീവിതശൈലിയും ആഹാരവിഹാരങ്ങളും ഫോളോ ചെയ്യുന്നത് വഴി ഈ രോഗത്തെ നമുക്ക് മാറ്റി നിർത്താം. എല്ലാവർക്കും കൃത്യമായ ഒരു ജീവിതശൈലി പിന്തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.